ഇന്ന് സ്റ്റിച്ച് ചെയ്ത് കൊറിയർ അയക്കാനുള്ള ബ്ലൗസൊക്കെ ഇന്നലെ തന്നെ കട്ട് ചെയ്ത് വെക്കുന്ന കേട്ടോ നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്നത്. ലൈനിങ് പീസ് ആദ്യം കട്ട് ചെയ്തതിന് ശേഷം നല്ല പീസ് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പ്രിൻ്റൊക്കെ കറക്റ്റായിട്ട് ഒരേ ലെവലിൽ നിൽക്കത്തക്ക രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അതുപോലെ ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാനും പറ്റും. ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം കേട്ടോ ഞാൻ ബ്ലൗസിൽ ടക്കൊക്കെ അടയാളപ്പെടുത്തണത്. ഇതൊരു ബോട്ടിൽ ഗ്രീനിൽ നല്ല പ്രിൻ്റ് വർക്ക് തന്നെ ഒരു മെറ്റീരിയലാണ് കേട്ടോ. എനിക്ക് കടയിൽ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടമായി. ഞാൻ അപ്പം തന്നെ ചാടി എടുത്തത്. ഇത് സാരിക്കുള്ള ബ്ലൗസാണ് കേട്ടോ നമ്മൾ ചെയ്യണത്. ഇപ്പം പിന്നെ ഇതൊരു പ്രിൻസസ് കട്ട് ബ്ലൗസ് കട്ട് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാനൊരു കുട്ടിയുടെ ഔട്ട്ഫിറ്റ് ഇട്ടില്ലേ, അതിൻ്റെ ബാക്കി പാട്ടാട്ടോ. കുഞ്ഞിൻ്റെ അമ്മയുടെക്കുള്ളതാണ് ഇത്. ഒരു ബ്ലൗസും ഒരു സ്കേർട്ടും ഉണ്ട് ഇതിനകത്ത്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണേ. എല്ലാം ഞാൻ ഇന്നലെ തന്നെ കട്ട് ചെയ്തതിന് ശേഷം ഇന്ന് രാവിലെ എനിക്കൊരു കസ്റ്റമറുടെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ മേടിക്കാൻ പോകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ രാവിലെ എഴുന്നേറ്റ് വീട്ടിൽ അത്യാവശ്യം ജോലികളൊക്കെ തീർത്ത് വെച്ചിട്ട് ഞാൻ ആ സാരി ബ്ലൗസ് തയ്ച്ചു വെച്ചു കേട്ടോ. ബ്ലൗസിൻ്റെ നല്ല പാട്ടും ലൈനിങ്ങും നമ്മൾ ഒരുമിച്ച് ആദ്യം അടിച്ചു വെച്ചതിന് ശേഷം ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മളൊന്ന് അടിച്ചു വെച്ചതിന് ശേഷം നമ്മൾ ടക്കൊക്കെ അടിച്ചു വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് ചുളിവൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് കിട്ടും കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതെ. അതുപോലെ ടക്ക് അടിക്കുമ്പോഴാണെങ്കിലും നമ്മൾ ഇതുപോലെ സെൻറ്ററിൽ കൂടെ ഒരു അടിപ്പ് കൊടുത്തിട്ട് അടിക്കുകയാണെങ്കിൽ നല്ല ഒഴുകിപ്പോണ ടൈപ്പ് തുണികളോ അങ്ങനെ ഷിഫോൺ ടൈപ്പ് അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ അതൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ കസ്റ്റമറുടെ ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ നല്ല കനാലുകളും നല്ല പച്ചപ്പൊക്കെ ഉള്ളൊരു സുന്ദരമായിട്ടുള്ള സ്ഥലമാട്ടോ കോതമംഗലം. എന്നിട്ട് ഞാൻ തിരിച്ചു വന്നതിന് ശേഷം ചായയൊക്കെ കുടിച്ചിട്ട് അടുത്ത ബ്ലൗസ് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ. ഇന്ന് ഉച്ചയാകുമ്പോഴത്തേനും ഇതെല്ലാം സ്റ്റിച്ച് ചെയ്ത് കൊറിയർ അയക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിരിക്കുന്നു. നല്ല പീസൊക്കെ ജോയിൻറ്റ് ചെയ്തതിന് ശേഷം കഴുത്ത് ഇങ്ങനെ ക്യാൻവാസിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ നമ്മൾ അടിച്ചു പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നെക്കൊക്കെ ബ്ലൗസിൽ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ തയ്ച്ചുകൊണ്ടിരുന്ന സമയത്ത് നല്ല ചൂടായിട്ടിരുന്ന സമയത്ത് പെട്ടെന്നൊരു മഴ വന്നു. അപ്പോൾ ആ ചൂടൊക്കെ കുറഞ്ഞ് ആശ്വാസപ്പെട്ട് ഞാൻ ഇരിക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ബാക്കിയുള്ളതും കൂടെ എല്ലാം തീർത്ത് വെക്കാന്നുള്ള രീതിയിൽ ബ്ലൗസിൻ്റെ കൈയൊക്കെ പിടിപ്പിച്ച് ബാക്കിൽ സിബാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. കൈ അവർക്ക് പഫ് സ്ലീവാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഷോൾഡറൊക്കെ അടയാളപ്പെടുത്തി സ്ലീവ് പിടിപ്പിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു സ്കേർട്ടും കൂടെ നമുക്ക് ചെയ്ത് കൊടുക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം ഇത് അയക്കാൻ പോകാൻ. നമ്മളിങ്ങനെ ടെൻഷൻ പിടിച്ചും പെട്ടെന്ന് തന്നെ നമ്മൾ ജോലികൾ തീർക്കാനിരുന്ന് എന്ത് ചെയ്താൽ തീരില്ല അല്ലേ? ആർക്കെങ്കിലും ഒക്കെ അങ്ങനെയാണോ? എനിക്ക് ടെൻഷൻ പിടിച്ച് പെട്ടെന്ന് ധൃതി പിടിച്ച് തീർക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അന്നൊരു ദിവസം ഫുള്ള് വേണം എന്തെങ്കിലും തയ്ച്ചു തരണമെങ്കിൽ. അപ്പം അങ്ങനെ ബ്ലൗസിൻ്റെ ഫിനിഷിംഗ് ഒക്കെ ഏകദേശം കഴിയാറായി കേട്ടോ. കൂടുതൽ അളവും കാര്യങ്ങളൊന്നും അവർ തന്നിട്ടില്ല. ഞാനെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് ഒരു ഊഹം വെച്ച് തയ്ക്കണയാണ്. പിന്നെ നമ്മൾ ഇത് സ്കേർട്ടാണ് കേട്ടോ. അപ്പം സ്കേർട്ട് ആദ്യം പ്ലീറ്റ് എടുത്ത് നമ്മൾ ഒന്ന് തേച്ച് നന്നായിട്ടൊന്ന് അയൺ ചെയ്തതിന് ശേഷം പടി പിടിപ്പിക്കുകയാണെങ്കിൽ നല്ല ഫിനിഷിങ്ങിൽ ഇത് ഇതുപോലെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ പ്ലീറ്റ്സ് എടുത്ത് ഒന്ന് അയൺ ചെയ്ത് പിടിച്ചതിന് ശേഷമുള്ള ഇതാണ് ഇപ്പം കാണുന്നത്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പം ഞാനിവിടെ ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ലൈനിങ്ങിലും കുറച്ച് പ്ലീറ്റ്സൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. സാധാരണ കുഞ്ഞിന് ചെയ്തത് കൊണ്ട് തീരെ ചെറിയ പ്ലീറ്റ്സ് അല്ല, അതല്ലാണ്ട് ഇത്തിരി വലിയ പ്ലീറ്റ്സ് ആയിട്ട് എടുത്തിട്ടാണ് നമ്മൾ സ്കേർട്ട് ചെയ്യണത്. ഇതിൻ്റെ ഔട്ട്ഫിറ്റ്സൊക്കെ ഞാൻ വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണണം. ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾക്ക് നാളെ കാണാം കേട്ടോ.
അങ്ങനെ ഡ്രസ്സിൻ്റെ ഫിനിഷിങ് പരിപാടികളൊക്കെ തീർത്തിട്ട് വൈകുന്നേരം ആയപ്പോഴത്തേനും കൊറിയർ ഓഫീസിൽ പോയി ഞങ്ങൾ കൊറിയർ അയച്ചു.